ലാലേട്ടൻ എന്ത് പറഞ്ഞു? ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. അതാ പറഞ്ഞത്. അത് ശരി. എന്ത് പറഞ്ഞു ലാലേട്ടൻ? അവൻ ഇഷ്ടമാണ് അവൻ പറഞ്ഞു. ലാലേട്ടൻ അവനെ ഇഷ്ടം. ഒരു 4-5 വയസ്സായപ്പം തൊട്ട് ഇവൻ ലാലേട്ടൻ്റെ ഫാനാണ്. ലാലേട്ടൻ്റെ സിനിമ കാണുക. ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ലാലേട്ടനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നേരിട്ട് അവനൊന്ന് കാണണം. ഓരോ കാര്യങ്ങളൊക്കെ അവന് സാധിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഇവൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് കുറച്ചൊക്കെ പ്രോഗ്രസ്സുകളും വരും. അവൻ്റെ ഇഷ്ടമൊക്കെ അനുസരിച്ച് ഓരോന്ന് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ. നമസ്കാരം. 15 വർഷം മുൻപ് മോഹൻലാലിനെ കാണണമെന്ന് മോഹമുദിച്ചു. ആ ആഗ്രഹം ഇപ്പോൾ നിറവേറ്റിയിരിക്കുകയാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ആനോൺ. കാഞ്ഞിരപ്പള്ളി അഞ്ചലിപ്പയിൽ താമസിക്കുന്ന സലീലൻ എബ്രാഹിമിൻ്റെയും ജെസ്സിയുടെയും മകനാണ് ആരോൺ. ജന്മന സെറിബ്രൽ പ്ലാസി എന്ന രോഗം ബാധിച്ച ആളാണ് ആനോൺ. മോഹൻലാലിനെ കണ്ടതിന് ശേഷം എന്തായിരുന്നു സന്തോഷമെന്ന് നമുക്ക് ആനോണിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്ന് മുതലാണ് ഈ ലാലേട്ടനെ കാണണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയത്? ഇവൻ ഒരുമാതിരി ഒരു 4-5 വയസ്സായപ്പം തൊട്ട് ഇവൻ ലാലേട്ടൻ്റെ ഫാനാണ്. ലാലേട്ടൻ്റെ സിനിമ കാണുക. അന്ന് തൊട്ട് ഇവന് ലാലേട്ടനെ ഒന്ന് കാണണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. നമുക്ക് ലാലേട്ടനിലേക്ക് നമുക്ക് അത്ര പെട്ടെന്ന് എത്തപ്പെടാൻ പറ്റത്തില്ലല്ലോ ആരുടെയും. അങ്ങനെ ഫാൻസ് അസോസിയേഷൻ മുഖേന ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി കോട്ടയം അവർ ആണ് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നത്. ഇടയ്ക്ക് തൊടുപുഴ കാണാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്നേരം ഇവന് പനിയായിരുന്നു. ഇവന് യാത്ര ചെയ്യാനായിട്ട് അന്നേരം ഒരു അസുഖമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ വണ്ടിപ്പെരിയാറ്റി വന്നപ്പോൾ സത്യനാധികാരൻ്റെ ഒരു പുതിയ ഇവിടെ ഹൃദയപൂർവ്വം അതിൻ്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എനിക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കണ്ടു. 10-15 മിനിറ്റ് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തു. മോഹൻലാലിൻ്റെ എല്ലാ സിനിമയും കാണും? ആരാ? കാണും. എല്ലാ സിനിമകളും കാണും. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ലൂസിഫർ എപ്പോഴും പുലിമുരുകൻ, ലൂസിഫർ അങ്ങനെയുള്ള പടങ്ങളാണ് കൂടുതൽ ഇഷ്ടം. എപ്പോഴാണ് ഈ സിനിമയൊക്കെ കൂടുതൽ സമയം സിനിമ കാണാനാണോ സമയത്ത്? അല്ല, സിനിമയിൽ ക്രിക്കറ്റ് ഇഷ്ടമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമകൾ മാത്രമേ അവൻ അങ്ങനെ കാണണമെന്നുള്ളൂ. വേറെ വലിയ സിനിമയുടെ പിന്നെ തമിഴ് പടമാണ്. വിജയുടെ സൂര്യയുടെ ഒക്കെ പടമാണെങ്കിൽ കാണും. പഠനമൊക്കെ എങ്ങനെ? എത്ര വരെ പഠിച്ചു? +2 വരെ പഠിച്ചു. +2 കഴിഞ്ഞു. ഇവർക്ക് സ്ക്രൈബാണ് പരീക്ഷ എഴുതുന്നത്. കൈക്ക് ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് സ്ക്രൈബിനാണ് വെച്ച് എഴുതുന്നത്. ഇപ്പം പ്രാക്ടിക്കലൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രൈബിന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പിന്നെ ആലോചിച്ചില്ല. +2 60% മാർക്കുണ്ടായിരുന്നു. ലാലേട്ടനെ കണ്ടതിന് ശേഷം എന്ത് പറഞ്ഞു മോനെ? ലാലേട്ടനെ കണ്ടതിന് സന്തോഷമാണ് എൻ്റെ മോദി ഇപ്പോഴും കാണുന്നത്. ഞങ്ങൾക്ക് നോക്കുമ്പോൾ കാണാമല്ലോ. അതിൻ്റെ വലിയൊരു ആഗ്രഹമല്ലേ, അതവന് സാധിച്ചില്ലേ, അതിൻ്റെ സന്തോഷമുണ്ട്. കാണാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയിരുന്നു. അങ്ങനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏത് രീതിയിൽ ഏത് സമയത്താണെന്നുള്ളത് ഞാൻ അവനോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടനെ തന്നെ ഞാൻ എങ്ങനെയാണെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇവനോട് മോഹൻലാൽ സംസാരിച്ചത്? മോഹൻലാൽ ഇവനോട് ഞങ്ങളോടാണ് കൂടുതലും കാര്യങ്ങൾ. കാരണം ഇവൻ സംസാരിക്കുന്നത് ചിലപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ലാലേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ ലാലേട്ടനോട് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞാൽ എനിക്കത് മനസ്സിലായെന്ന് പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ ചോദിച്ചു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആരൊക്കെയാണ് കൂടെ വന്നേക്കുന്നത്, അങ്ങനെ ഇതെല്ലാം അന്വേഷിച്ചു. ഈ ആരാധകരുടെ ഒരു സഹായം കൊടുത്തിട്ട് ഫാൻസ് അസോസിയേഷൻ അവരാണ് നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കിയെത്തുന്നത്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിലെ ജ്യോതിഷ് എന്ന് പറയുന്നത്, പിന്നെ കോട്ടയത്തെ ഒരു ഭാരവാഹി റോബിൻ, അവരൊക്കെയാണ് വലിയ സന്തോഷത്തിലാണ്. ആരാ? അതെ അതെ അതെ. ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഒരു മനുഷ്യനല്ലേ. പുള്ളിക്ക് നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്താനും അതിനുള്ളൊരു അവസരം തന്നില്ലേ. ക്രിക്കറ്റ് രോഹിത് ശർമ്മയെ ഭയങ്കര ഇഷ്ടമാണ്.